ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കുമായിട്ട് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അയോണൈസേഷൻ എൻതാൽപ്പി അഥവാ അയണൈസേഷൻ എനർജി അഥവാ അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ഈ മൂന്ന് വേർഡ്സും യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ കറൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഫസ്റ്റ് വേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി. നേരത്തെ ഇതിന് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയായിരുന്നു, അതിന് മുമ്പേ അയണൈസേഷൻ എനർജി എന്ന് പറയായിരുന്നു. അപ്പം നമ്മൾ ഏത് വേർഡ് കണ്ടാലും നമ്മൾ അറിയണം ഇതൊരേ അർത്ഥമാണ്. സമയാസമയം ഇതിൻ്റെ പേര് മാറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും ചില ബുക്കിൽ, അതുകൊണ്ട് ഇപ്പോഴും പഴയ പേരുണ്ടാവും. അപ്പോൾ ഈ വേർഡ്സ് കണ്ടിട്ട് ഞങ്ങൾ അതിശയപ്പെടരുത്, എന്താണ് ഈ സംഭവം എന്നുള്ളത്. ദിസ് ഈസ് ദ സെയിം തിങ്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാലും എനർജി എന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ. അയോൺ എന്താണെന്ന് നമുക്കറിയാം. പോസിറ്റീവും നെഗറ്റീവും ചാർജ് ആറ്റം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അയൺ എന്ന് പറയണം അല്ലേ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോവുകയോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു അയണായി മാറി. അതൊക്കെ ഞങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പം നമുക്കിപ്പോൾ നോക്കാം. ഇതെന്താ ഇവിടെ കാണിക്കണേ? നമുക്കറിയാം സോഡിയമിൻ്റെ കയ്യിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ, അത് കഴിഞ്ഞ് രണ്ടാമത്തതിൽ 8 ഇലക്ട്രോൺ, അത് കഴിഞ്ഞ് മൂന്നാമത്തേൽ 1 ഇലക്ട്രോൺ. അങ്ങനെയാണല്ലോ 11 ആവണേ, 2, 8, 1. പക്ഷെ നമുക്കിതും അറിയാം ഒരു 8ൻ്റെ പണിയുണ്ട്. എപ്പോഴും എല്ലാ ആറ്റത്തിൻ്റെയും ആഗ്രഹം ഒടുവിലത്തെ ഓർബിറ്റിൽ 8 എണ്ണം മാത്രമേ വേണ്ടൂ എന്നാണ്. അപ്പോൾ സോഡിയമിന് ഒരെണ്ണം ഒടുവിലത്തെ ഷെല്ലിലുണ്ട്, അഥവാ ഒടുവിലത്തെ ഓർബിറ്റിലുണ്ട്. അപ്പം അതിന് വേണ്ട, അത് നമുക്കറിയാം. അപ്പോൾ അതെന്ത് ചെയ്യും? അത് കളയും. അത് കളയുമ്പോൾ ക്ലോറിൻ്റെ അടുത്ത് ഒടുവിൽ 7 എണ്ണം ഉള്ളു. 7 ഉള്ളപ്പോൾ ഒരെണ്ണം കൂടി കിട്ടി, അവനും 8 ആയി. അപ്പോൾ അവനും സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണ് സോഡിയം ഒരു ഇലക്ട്രോണിനെ കളയണതും ക്ലോറിൻ ഒരെണ്ണത്തിന് എടുക്കുന്നതും. ഓക്കെ, അങ്ങനെയാണ് സോഡിയം. ഇപ്പോൾ കണ്ടു, ഒരു പോസിറ്റീവ് ചാർജ് വന്നു. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഒരു നെഗറ്റീവ് ചാർജ് അങ്ങ് പോയി. സോഡിയത്തിൻ്റെ കയ്യിൽ 11 പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോൺ പോസിറ്റീവാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് പോകുമ്പോൾ അതിന് ഒരു പോസിറ്റീവ് എക്സ്ട്രാ ആയി. കാരണം ഇപ്പോൾ 11 പ്രോട്ടോണും 10 ഇലക്ട്രോണുമാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ്, അപ്പോൾ പ്ലസ് എന്ന് എഴുതാം, പോസിറ്റീവ്. ക്ലോറിൻ്റെ കയ്യിൽ 17 പ്രോട്ടോണും 17 ഇലക്ട്രോണും ഉള്ള 2, 8, 7. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് ചാർജ് കൂടി. കാരണം 17 പ്രോട്ടോണും 18 ഇലക്ട്രോണുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് കൂടി. അതാണ് ഇവിടെ കാണിക്കുന്നത്. സോഡിയം പോസിറ്റീവ് ആവുമ്പോൾ ക്ലോറിൻ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ 11 പ്രോട്ടോൺ, അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ടാവും. 2 ഫസ്റ്റിൽ, സെക്കൻഡിൽ 8, ലാസ്റ്റിൽ ഒരെണ്ണം. ക്ലോറിനിൽ 17 പ്രോട്ടോൺ, 2, 8, 7. അപ്പോൾ ഇത് അതിൻ്റെ ഒരെണ്ണത്തിനെ കളഞ്ഞിട്ട് ക്ലോറിന് കൊടുക്കുക. അപ്പോൾ അതിനും 8 ആയി, ഇവനും 8 ആയി, രണ്ടുപേർക്കും സന്തോഷമായി. ഈ ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ഇതിന് ഒരു പോസിറ്റീവ് ചാർജ് വരികയാണ്. കാരണം ഒരു ഇലക്ട്രോൺ കുറയാൻ പോകണം. ഒരു ഇലക്ട്രോൺ കുറയുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇതിനൊരു ഇലക്ട്രോൺ കൂടുകയാണ്, അതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് സോഡിയത്തിൻ്റെ മേലെ, ഒരു നെഗറ്റീവ് ചാർജ് ക്ലോറിൻ്റെ മേലെ. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ പറയുന്നത് കെറ്റയൺ. കെറ്റയൺ കെറ്റയൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആണ്. അതിപ്പോൾ ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ +1 ആയി, പോസിറ്റീവ് 1 ആയി. 2 എണ്ണം കളഞ്ഞാൽ പോസിറ്റീവ് 2 ആയി. 3 എണ്ണം കളഞ്ഞാൽ പോസിറ്റീവ് 3 ആയി. എത്രയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് കെറ്റയൺ എന്നാണ് ഞങ്ങൾ പറയുക. നെഗറ്റീവ് വരുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് എനയൺ എന്നാണ്. ANION, എനയൺ. എനയൺ ആകുമ്പോൾ അത് -1 ആവാം, -2 ആവാം. 2 ഇലക്ട്രോൺ എടുത്താൽ -2 ആയി. ഓക്കെ, അപ്പോൾ അതുപോലെ എത്ര എടുത്താലും അതിന് പക്ഷെ എനയൺ എന്ന് പറയാം. അപ്പോൾ ഒരു കെറ്റയണും ഒരു എനയണും ആയി കഴിഞ്ഞാൽ അവർ തമ്മിൽ പോസിറ്റീവും നെഗറ്റീവിലും അട്രാക്ഷനായിട്ട് അവർ ഒരുമിച്ച് നിൽക്കും. പക്ഷെ നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് കണ്ടു, വീണ്ടും നമ്മൾ അത് തന്നെ കാണിക്കുന്നത്. 2 ഇലക്ട്രോൺ, രണ്ടാമത്തേൽ 8 എണ്ണം, മൂന്നാമത്തേൽ ഒരെണ്ണം. അതിന് ഈ ഒരെണ്ണം കളയണം. പക്ഷേ ഈ കളയാന്ന് വെച്ചാൽ എന്താ? സോഡിയം എന്താ പറയുക? മോനെ, എനിക്ക് നിൻ്റെ ആവശ്യമില്ല, നീ വെളിയിൽ ഇറങ്ങിക്കോ എന്ന് പറയാൻ സോഡിയത്തിന് പറ്റില്ല. അതിനെങ്ങനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റും? ആ ഒരു ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യും? ഒരുത്തിനെ നമുക്ക് വേണ്ടെങ്കിൽ നമ്മളൊരു തള്ളു വെച്ച് കൊടുക്കും അല്ലേ? സെയിം തിങ് ഇവിടെയും സംഭവിക്കണം. അതിനൊരു തള്ള ആരെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ, എന്നാലേ ആ ഇലക്ട്രോൺ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അത് ഇറങ്ങില്ല. ആ ഇലക്ട്രോണിനെ അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ ഒരു തള്ള അതിനാവശ്യം. ആര് തള്ളും അതിന്? അല്ലെങ്കിൽ ഒരു വലി കൊടുത്തിട്ട് വലിച്ചിട്ട് എടുക്കേണ്ടി വരും വെളിയിലേക്ക്. എന്തെങ്കിലും ചെയ്താലും എനർജി വേണം ആ ഇലക്ട്രോണെ വെളിയിലേക്ക് എടുക്കണമെങ്കിൽ. അപ്പോൾ ആ എനർജി നമ്മൾ കൊടുക്കണ ഒരു റേഡിയേഷൻ, ലൈറ്റോ ഒരു ഫോട്ടോണോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു റേഡിയേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇലക്ട്രോണെ വെളിയിലേക്ക് ചാടിക്കുന്നത്. കണ്ടോ? അപ്പോൾ അത് വെളിയിലേക്ക് പോയി.
ഇലക്ട്രോൺ അതിനൊരു റേഡിയേഷൻ, ഒരു പർട്ടിക്കുലർ എനർജി, ഏതെങ്കിലും എനർജി കൊടുത്താൽ പറ്റില്ല, ഒരു പർട്ടിക്കുലർ എനർജിയുടെ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എനർജി ആണെങ്കിൽ അത് വെളിയിലേക്ക് പോകും. ഈ എനർജിനെയാണ് നമ്മൾ പറയണത്, കണ്ടോ, അങ്ങനെയാണ് അതിനെ വെളിയിലേക്ക് കളയണത്. അങ്ങനെ കളയണ ആ എനർജിനെ നമ്മൾ പറയണതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, പക്ഷെ നമ്മൾക്ക് ഓർത്ത് വയ്ക്കുക, ആ എനർജി, ഇലക്ട്രോൺ എടുത്തു കളയാൻ ആവശ്യമുള്ള ആ എനർജിനെ നമ്മൾ പറയുന്നതാണ് അയോണൈസേഷൻ എൻതാൽപ്പി അഥവാ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ.